ധാത്രിക ഭാഗം 25. ആടിനെയും കുട്ടിയെയും കൊണ്ട് അഥർവ മീനു സലീമിൻ്റെ അരികിലേക്ക് വന്നു. സലീം അവരെ പിടിക്കിട്ട് ചിന്തയിൽ നിന്നുണർത്താൻ അവൻ ഇരുവരെയും നോക്കി. അവരെ കണ്ടതും അവൻ്റെ ഉള്ളതൊന്ന് പിടഞ്ഞു. പക്ഷേ അതവൻ പുറത്ത് കാണിച്ചില്ല. എന്താ? അവൻ ഗൗരവത്തോട് ചോദിച്ചു. അത് ഇവരെ നിന്നെ ഏൽപ്പിക്കാൻ വന്നതാണ് ഞങ്ങൾ. സലീം ആടിനെ നോക്കി. അമ്മയും കുഞ്ഞും മീനുവിനോട് ചേർന്ന് നിൽക്കുകയാണ്. നാളെ പുലർച്ചയോടെ ഞങ്ങളുടെ വിധി നടപ്പാക്കപ്പെടും. അതോടെ ഇവർ അനാഥരാകും. ഒരപേക്ഷ മാത്രം, ഇവരെ കൊല്ലരുത്. നീയും കണ്ടതല്ലേ ആ ആടിൻ്റെ ജീവിതം. അമ്മയെ പിരിഞ്ഞ് കുഞ്ഞിനെ പിരിഞ്ഞ് അമ്മയ്ക്കോ ജീവിക്കാനാവില്ല. ആ വേദന കണ്ടു അനുഭവിച്ചു ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് പറഞ്ഞതാണ്. സലീം ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടു നിന്നു. അവർ മുന്നോട്ട് വന്ന് അവൻ്റെ കൈ പിടിച്ചു. സലീം, നിന്നെ നന്മയുള്ള ഒരു മനസ്സുണ്ട്. അതുകൊണ്ടാണ് ഇവരെ വിശ്വസിച്ച് നിന്നെ ഏൽപ്പിക്കുന്നത്. മനുഷ്യരെ പോലെ വിവേകത്തോടെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള കഴിവില്ല എന്നേ ഉള്ളൂ. പക്ഷെ മനുഷ്യരെ പോലെ സ്നേഹിക്കാനും ഇവർക്കറിയാം. സ്നേഹിച്ച ചങ്ക് പറിച്ച് തരുന്നവർ തന്നെയാണ്. അതും പറഞ്ഞ് അവർ തള്ളയാടിൻ്റെ കയർ സലീമിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. പിന്നെ തിരിഞ്ഞു നടന്നു. ആളുകൾ അവരുടെ അരികിലേക്ക് പോകാനായി കരയുന്നത് കണ്ട് അവൻ ശരിക്കും അമ്പരന്ന് നിന്ന് പോയി. സത്യമാണ്, സ്നേഹം അതൊരു മായാജാലം തന്നെയാണ്. ക്ലോക്കിൽ സമയം 5 മണി. ജയിലിൽ എല്ലാത്തിനുമുള്ള ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. ജാഫർ അലി കഴുമരത്തിലേക്ക് കൊണ്ടുപോയി. വിധി വായിച്ചു കേൾപ്പിച്ച ശേഷം കറുത്ത തുണി കൊണ്ട് തലമൂടി കയർ കഴുത്തിലൂടെ ഇട്ടു. ഒറ്റ നിമിഷം എല്ലാം കഴിഞ്ഞു. ഇതേ സമയം കൈകൾ രണ്ടും പിന്നിൽ ബന്ധിച്ച ശേഷം അഥർവിനെ അലിയുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. എല്ലാവരുടെയും മുഖത്ത് ശോകമാണ്. അഥർവിനെ എഴുന്നേൽക്കുമ്പോഴോ കൈകൾ ബന്ധിക്കുമ്പോഴോ അവർ അവൻ്റെ മുഖത്ത് നോക്കിയിരുന്നില്ല. അഥർവ് പക്ഷെ വളരെ കൂളായിരുന്നു. അവൻ അവരോട് ഓരോന്ന് ചോദിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അവർക്ക് ശരിക്കും സങ്കടം വന്നു. എന്താ നിങ്ങളൊന്നും ഒന്നും മിണ്ടാത്തത്? എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇതുപോലെ അല്ലായിരുന്നല്ലോ. എന്നെ കൊല്ലാനായിരുന്നല്ലോ എല്ലാവർക്കും ആവേശം. ഇപ്പം എന്തു പറ്റി? അമിത് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അയാളുടെ കണ്ണുകൾ നിറയുന്നത് അവൻ കണ്ടു. എന്താ കരയുന്നത്? ഞാൻ നിങ്ങളുടെ ശത്രുവാണ്. എന്നെ കൊല്ലുന്നതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അത് കേട്ടതും അയാൾ കരഞ്ഞുകൊണ്ട് മുഖം കുനിച്ചു. അത് കണ്ട് അഥർവൊന്നും വല്ലാതെ, എന്തേത് സാറേ? ഞങ്ങളൊക്കെ വെറും ബലിയാടുകളാണ്. ഒരു അർത്ഥവും ഇല്ലാതെ ആർക്കു വേണ്ടി ജീവിച്ചു തീർക്കുന്നവർ. എന്തൊക്കെയോ ചെയ്യുന്നു. എന്നിട്ട് ആർക്കു വേണ്ടി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഉതിരുന്ന വെടിയൻ്റെ ഏറ്റ് ഏതെങ്കിലും കാട്ടിലോ തെരുവിലോ ചത്തു വീഴേണ്ടവർ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ കരയാനോ ഒരു പട്ടി പോലും ഉണ്ടാവില്ല. ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണെന്ന് പലരും പറയുമ്പോഴും അത് അംഗീകരിക്കാൻ ഞങ്ങൾക്കാവുമായിരുന്നില്ല. ആ തെറ്റുകളെ ന്യായീകരണം കൊണ്ട് ശരിയാക്കി. പക്ഷെ ഇപ്പോൾ അയാളൊന്ന് നീങ്ങി. ജീവിതം എത്ര മഹത്തരമാണെന്നും സ്നേഹം എത്ര വലുതാണെന്നും ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഒരു ജീവൻ്റെ മഹത്വം, അതിൻ്റെ വില, അതെല്ലാം ഇന്ന് ഞങ്ങൾ അറിയുന്നു. അറിയാതെയെങ്കിലും ഞങ്ങളും കൊതിച്ചു പോവുകയാണ്. നിങ്ങളെ വെറുതെ വിടാൻ ആലിസാബിന് തോന്നണേന്ന് അമിത് പറഞ്ഞു. അത് കേട്ടതും അഥർവിൻ്റെയും മിഥിലയുടെയും കണ്ണും മനസ്സും നിറഞ്ഞു. അഥർ അയാളുടെ തോളിൽ കൈവച്ചു. മതി ഇക്ക, ഇത് മതി. എനിക്ക് നന്മയെ തിരിച്ചറിയാൻ നിങ്ങൾക്കായല്ലോ. ഇനി ഒരപേക്ഷ. ഈ ജീവിതം ഇത് ഇനി വേണ്ട. ഇത്രയും കാലം തെറ്റുകളെ ചെയ്തിട്ടുള്ളൂ. ഇനിയുള്ള കാലം നിങ്ങൾക്ക് കിട്ടുന്ന അവസരമാണ്. ഇത്ര വരെ ചെയ്തു കൂടിയ തെറ്റുകൾ തിരുത്താനുള്ള അവസരം. തിന്മയെ നന്മ കൊണ്ട് മാത്രമേ ജയിക്കാൻ സാധിക്കൂ. സന്തോഷമായി. എനിക്ക് വേണ്ടി കരയാനും പ്രാർത്ഥിക്കാനും നിങ്ങളും കൂടി ഉണ്ടല്ലോ, അത് മതി. അഥർവ അയാളെ കെട്ടിപ്പിടിച്ചു. അയാൾക്ക് സന്തോഷമായി. മറ്റുള്ളവരും അവരുടെ മുന്നിൽ വന്നു. മോളെ, നീ നല്ലവളാണ്. സ്നേഹം എന്താണെന്ന് നിങ്ങളിലൂടെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. കേട്ടിട്ടുണ്ട് പുനർജന്മം എന്ന കാര്യത്തെക്കുറിച്ച്. അങ്ങനെയൊന്നുണ്ടെങ്കിൽ പഠിച്ച് നിങ്ങളെ ഒന്നിപ്പിക്കട്ടെ. ഫൈസൽ പറഞ്ഞു. ഇന്നേവരെ ശത്രുവിനെ മുട്ടുമടക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇവിടെ അത് ചെയ്യാതിരിക്കാൻ വയ്യ. സ്നേഹം കൊണ്ട് ഞങ്ങൾ തോൽപ്പിച്ചവരാ നിങ്ങൾ. അതുകൊണ്ട് തന്നെ വയ്യ. ഇന്നവരെ ജാഫർ സാഹിബിനെ മാത്രമേ ഞങ്ങൾ ആദരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്ന് നിങ്ങൾ ആദരിക്കാതിരിക്കാൻ പറ്റില്ല. അത് പറഞ്ഞ് എല്ലാവരും മുട്ടുകുത്തിയിരുന്ന് തലകുനിച്ചു. അതുകണ്ട് അഥർവ അഭിമാനത്തോടെ മുഖമുയർത്തി നിന്നു. മീനുവിനും സന്തോഷമായി. അവിടേക്ക് വന്ന സലീം ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിന്നു. എല്ലാവരും എഴുന്നേറ്റു. വാ. സലീം അഥർവിനെയും പിടിച്ച് നടന്നു. ഒപ്പം മീനുവും നടന്നു.
തൂക്കം പിടിച്ച് എന്തോ ആലോചിച്ച് നിൽക്കുകയായിരുന്നു അലി. സലീം അഥർവിനെയും പിടിച്ച് അവിടേക്ക് വന്നു. മീനുവിന് കരച്ചിൽ വന്നു. അവളുടെ നെഞ്ചിൽ പേറി. സലീം അവനെ പിടിച്ച് തള്ളി. അലിക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുത്തി. അയാൾ തോക്കെടുത്ത് അവൻ്റെ മുന്നിൽ വന്നു. മുഖം കുനിച്ചിരിക്കുകയായിരുന്നു അവൻ. അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? അവൻ പതിയെ മുഖമുയർത്തി നോക്കി. തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ അവൻ അയാളെ നോക്കി. ഉണ്ട്. അവൻ മീനുവിനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അവൾ നിന്ന് കിതക്കുന്നത് അവൻ കണ്ടു. ഭാരത് മാതാ കി ജയ്, അവൻ ആവേശത്തോടെ ഉറക്കെ പറഞ്ഞു. അത് കേട്ടടിക്ക് കോപം വിരിച്ചു കയറി. പക്ഷെ അയാൾ അവനെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു. കൊള്ളാം, അവസാന മന്ത്രം ജന്മനാളിനെ. ഏതായാലും നിന്നെ കൊന്നതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് വേണ്ട. അയാൾ തിരിഞ്ഞ് സലീമിനെ നോക്കി. അത് കണ്ട് സലീം ഞെട്ടി. സലീം അജാ, അയാൾ പറഞ്ഞു. സലീം ആകെ വിരണ്ടു. അവൻ എല്ലാവരെയും നോക്കി. അവരെല്ലാം അവനെ തുറച്ചു നോക്കുകയാണ്. അവൻ പതിയെ മുന്നോട്ട് നടന്നു. പക്ഷേ കാലുകൾക്ക് പതിവില്ലാത്ത എന്തോ ഭാരം പോലെ തോന്നി അവന്. നടക്കുവാൻ സാധിക്കുന്നില്ല. എങ്ങനെയൊക്കെയോ നടന്ന് അയാളുടെ മുന്നിലെത്തി. അയാൾ തോക്ക് അവന് നേരെ നീട്ടി. ഇതാ, ഈ വീരകൃത്യം നീ ചെയ്തോ, അതിൻ്റെ ക്രെഡിറ്റ് നിനക്കിരിക്കട്ടെ, അയാൾ പറഞ്ഞു. അത്ര പുച്ഛത്തോടെ ചിരിച്ച്. ഒരുവനെ കെട്ടിയെടുത്ത് കൊല്ലുന്നത് ധീരതയല്ല, ഭീരുത്വമാണ്, അവൻ പറഞ്ഞത് കേട്ട് അലി പല്ലി ചിരിച്ചു. മരണത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും എന്നിട്ട് ശൗര്യം കൊള്ളാൻ നീ ധീരം തന്നെ. സലീം, സമയം പോകുന്നു, അയാൾ ആജ്ഞാപിച്ചു. സലീം തല കുലുക്കി. പിന്നെ അവന് നേരെ തിരിഞ്ഞു. പതിയെ തോക്കുയർത്തി. പക്ഷേ എന്തുകൊണ്ടോ അവന് കൈ വിറക്കുന്നതായി തോന്നി. തൊണ്ട വഴറുന്നു. അവൻ ഉമിനീരിറക്കി. കാഞ്ചി വലിക്കാൻ ഒരുങ്ങി. പക്ഷേ എന്തോ ഒരു വല്ലായ്മ പോലെ തോന്നി അവന്. എല്ലാം കണ്ട് മീനു ആകെ വല്ലാതെ. അവൾ എല്ലാവരെയും നോക്കി. പിന്നെ മുന്നിലേക്ക് ചാടി വീണി അവർക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് കൈകൂപ്പി. അരുത്, അരുത്, അവൾ കരഞ്ഞുകൊണ്ട് കേണു. എല്ലാവരും ഒന്ന് അമ്പരുന്നു. അഥർവമാകെ പകച്ചു. എൻ്റെ അപ്പയിട്ട് മരിച്ചു കിടക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ആദ്യം എന്നെ കൊന്നോളൂ, അവൾ പറഞ്ഞത് കേട്ട് അതറിഞ്ഞെട്ടി. മീനു, എന്താ നീ പറയുന്നേ? മാറിയിലേക്ക്. നീ മരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ, പോ, അവൻ പറഞ്ഞു. ഇല്ല, ഞാൻ മാറില്ല സലീം, എന്നെ ആദ്യം കൊന്നോളൂ, അവൾ പറഞ്ഞു. അഥർവിന് ദേഷ്യവും സങ്കടം വന്നു. മീനു, വേണ്ട, മാറി നിൽക്കി. അഥർവിൻ്റെ സ്വരം കടുത്തു. ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യുന്നത് നിന്നോടല്ല, ഇവനോടാ. മാറി നിൽക്കേ. മുസ്തഫ പിടിച്ച് മാറ്റവളെ, അലി പറഞ്ഞു. മുസ്തഫ അവളെ ദീനതയോടെ നോക്കി വന്ന് അവളുടെ കയ്യിൽ പിടിച്ച്. വിട്, എന്നെ വിട്, അപ്പട പ്ലീസ്, ദയവ് ചെയ്ത് എന്നെ ആദ്യം കൊന്നോളൂ, അവൾ കരഞ്ഞുകൊണ്ട് കെഞ്ചി. അത് കണ്ട് എല്ലാവരും എന്തു പറയണേ എന്നറിയാതെ വിഷമത്തോടെ മുഖം കുനിച്ചു നിന്നു. സലീമാകെ വല്ലാതായി. സലീം, വൈകിക്കേണ്ട, അവൻ വീണ്ടും തോക്കുയർത്തി. അഥർ ധൈര്യത്തോടെ ഒന്ന് നിശ്വസിച്ചു. ഈ സമയം ഇതെല്ലാം കണ്ടുനിന്ന അമ്മിണി അവിടെ കിടന്ന് കരഞ്ഞു. കെട്ടുപൊട്ടിച്ച് ഓടിവന്ന അവൾ സലീമിനെ വന്ന് കുത്തി. വെടിവെക്കാനൊരുങ്ങവേ സലീം മലക്കം മറിഞ്ഞ് നിലത്ത് വീണു. എല്ലാവരും അമ്പരന്ന് നിന്നു. ആട് അഥർവിൻ്റെ അരികിൽ ചെന്ന് അവനെ മുട്ടിയിരുങ്ങിമേ. എല്ലാവരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. കരയേണ്ട അമ്മിണി, നീ പൊയ്ക്കോ, അവൻ കവലയിൽ അവൻ കൈകൊണ്ട് അതിനെ തലോടി. ഹമീദ്, പിടിച്ച് കൊണ്ടുപോയി ഇതിനെ, ഇതിൽ കൊല്ലും ഞാൻ ഇതിനെ. അയാൾ ആടിന് നേരെ തോക്കുയർത്തി. അഥർവ്വം മീനവും ഞെട്ടി. ഹമീദ് വേഗം അവിടേക്ക് വന്നു. വേണ്ട സാർ. അയാൾ വേഗം ആടിനെ കൊണ്ടുപോയി. അത് പിടിയിൽ നിന്ന് വിടാനായി പിടിക്കുന്നുണ്ടായിരുന്നു. കൊന്നോളൂ എന്നെ, അഥർ പറഞ്ഞു. സലീം തോക്കെടുത്തു. അവൻ്റെ മനസ്സ് കിടന്ന് പിടഞ്ഞു. ആകെ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. കാഞ്ചിയിൽ കൈ അമരുന്നത് കണ്ടതും മീനു കയ്യിൽ പിടിവിടിവിച്ച് ഓടി വന്ന് അഥർവിനെ കെട്ടിപ്പിടിച്ചു. പിടിപൊട്ടുന്ന ശബ്ദം കേട്ടതും മീനു പെട്ടെന്ന് തന്നെ വന്ന് കെട്ടിപ്പിടിച്ചതും കൊണ്ട് അഥർവാകെ തരിച്ചു നിന്നുപോയി. മീനു, അവൻ ഉറക്കെ വിളിച്ചു. ആ നിലവിൽ കേട്ട് എല്ലാവരും ആകെ തരിച്ചു നിന്നുപോയി. മീനു ഒരു നിമിഷം നിശ്ചലമായി നിന്നു. അഥർവമാകെ സ്തബ്ധനായി നിൽക്കുകയായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലായതും ഇരുവരും കണ്ണുകൾ തുറന്നു. മീനു പതിയെ എഴുന്നേറ്റു. മീനു ശരീരത്തിലാക്കിയൊന്ന് നീക്കി. എവിടെയും പിടികൊണ്ട് പാടില്ല. എല്ലാവരും സലീമിനെ നോക്കി. തോക്കി താഴേക്ക് പിടിച്ച് തലകുനിച്ച് നിന്ന് കിതച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു സലീം. എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു തെളിച്ചു മിന്നി. സലീം വെച്ച വെടിയുണ്ട ഒരു മരത്തിൽ നിന്ന് ചറഞ്ഞു നിന്നു. അലി അവനെ നോക്കി. സലീം,
അയാൾ കോപത്തോടെ അലറി. സലീം പതിയെ മുഖമരുന്ന് നോക്കി. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അനി അന്താളിച്ചു. എന്തു പറ്റി നിനക്ക്? പറ്റില്ല സാർ, എനിക്ക് പറ്റില്ല. ഈ കർമ്മ ചെയ്യാൻ എനിക്ക് പറ്റില്ല, അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എല്ലാവരും സന്തോഷത്തോടെ അവനെ നോക്കി. എന്ത്, നിനക്ക് വയ്യെന്നോ? എന്തുകൊണ്ട്? മനസ്സാക്ഷി സമ്മതിക്കാത്തതുകൊണ്ട്. സലീം, വിളിക്കേണ്ട. ഇനി എത്ര വിളിച്ചാലും ശാസിച്ചാലും പറഞ്ഞാലും ചങ്കുറപ്പോടെ അത് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ മനസ്സ് തന്നെ ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തി തുടങ്ങി. എൻ്റെ നിഴൽ പോലും എന്നെ വെറുക്കുന്നതായി തോന്നി തുടങ്ങി എനിക്ക്. വയ്യ സാർ, ഇയാളെ കൊള്ളാൻ എനിക്ക് വയ്യ. അത് നീതിയല്ല. നാം ഇവന് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവൻ നമുക്ക് നന്മയെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് വയ്യ സാർ. നീതി ന്യായം വാദിക്കാൻ ഇത് കോടതിയല്ല. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു നീതിയും ന്യായവും ഇല്ല. പിന്നെ ഏത് നീതിയുടെ ബലത്തിലാണ് ചതിക്ക് ശിക്ഷ മരണം എന്ന് പറഞ്ഞ് അമീറിനെ കൊല്ലാൻ സാബ് വിധിച്ചത്? നമുക്ക് നീതിയും ശിക്ഷാവിധിയും ഇല്ലായിരുന്നെങ്കിൽ എന്തിനങ്ങനെ ചെയ്യാൻ പറഞ്ഞു? നമുക്ക് നീതിയുണ്ട്, ന്യായമുണ്ട്, പക്ഷെ അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനുള്ളത്, താല്പര്യത്തിനുള്ളത്. അത് ശരിയല്ല സാബ്. നാം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം തെറ്റാണ്. ഒരു മരണം കൊണ്ട് നാം ഇല്ലാതാക്കുന്നത് ചിലരുടെ സന്തോഷങ്ങളാണ്, സ്വപ്നങ്ങളാണ്, പ്രതീക്ഷകളാണ്, ജീവിതങ്ങളാണ്. അവിടെ നാം ജയിക്കുകയല്ല, തോൽക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം നാടിന് വേണ്ടി ഒരു തെറ്റും ചെയ്യാതെ മരണം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ അവരോർത്ത് സഹതപിക്കാനും കരയാനും ആയിരങ്ങളുണ്ട്. ഇതിന് ദൈവം പോലും ഉണ്ടാവാം. എന്നാൽ അന്യായമായി ഒരു ജീവൻ എടുക്കുന്ന നമുക്ക് വേണ്ടി കരയാൻ ആരാ ഉണ്ടാവുക? ശത്രുവിനെ ആയുധം കൊണ്ട് തോൽപ്പിക്കുന്നവൻ വീരൻ, എന്നാൽ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുന്നവൻ അതിലും എത്ര വലുതാണ്, മഹാനാണ്. അവന് നേരെ ആയുധം മുഴത്താനാവില്ല. നിർത്തുന്നതിൻ്റെ വേദാന്തം. അലി ചീറി. ഇത് വേദാന്തമല്ല സഭ, കറകളഞ്ഞ സത്യമാണ്. അതിനു മുന്നിൽ ശോഭിക്കേണ്ട ആവശ്യമില്ല. സാബിന് കഴിയുമെങ്കിൽ ഈ ഗവൺമെൻറ് ചെയ്തോളൂ. പക്ഷേ പാപങ്ങളെ മുങ്ങി നിൽക്കുകയാണ്. എന്നെ പറ്റിപ്പിടിച്ച ആ പാപക്കാര ഇന്ന് എന്നെ ചുട്ടുപൊള്ളിക്കുകയാണ്. തെറ്റുകൾ തിരുത്താനാവില്ല. ഇനി വേണ്ടത് പ്രായശ്ചിത്തമാണ്, മോക്ഷമാണ്. അതിനാണ് ഇനി എൻ്റെ യാത്ര. ഈ ഒരു പാപക്കോട് കൂടി ഏറ്റുവാങ്ങാനാവില്ല എനിക്ക്. ഏത് പുണ്യസ്ഥലത്ത് പോയാലും ഏത് ദൈവത്തെ പ്രണമിച്ചാലും ഈ പാപത്തിന് മാപ്പില്ല എന്നത് ഒരു സത്യമാണ്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ആ കർമ്മം സാബിന് തന്നെ ചെയ്യാം. അതും പറഞ്ഞ് തോക്ക് അയാളുടെ കാഴ്ചപ്പെട്ടിൽ വെച്ച് അവൻ തിരിഞ്ഞു നടന്നു. എല്ലാവരും ശരിക്കും അത്ഭുതപ്പെട്ടു നിന്നു. ആദരവാകും അമ്പരന്ന് പോയി. അവൻ അലിയെ നോക്കി. സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സാബ്. ഇനിയും ശിക്ഷാവിധി നടപ്പാക്കാതിരിക്കുന്നത് എന്തിനെ? ആ തോക്കെടുത്ത് വയ്ക്കണം വിടി സാബ്. അതർ പുഞ്ചിരിയോട് പറഞ്ഞു. മടിക്കേണ്ട സാബ്. വിഷം കയറി മരിക്കാറായ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചത് ഞങ്ങളാ. അത് നിങ്ങൾ ഓർക്കണ്ട. ശത്രുവാണെങ്കിൽ കൂടി ആപത്തിൽപ്പെട്ടിരിക്കുമ്പോൾ സഹായിക്കേണ്ടത് ഞങ്ങളുടെ കടമയായാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. അത് ഞങ്ങളുടെ നീതി, ഇത് നിങ്ങളുടെ നീതി. അതുകൊണ്ട് മടിക്കേണ്ട. അയാൾക്ക് അരിശം കയറി. തോക്കെടുത്ത് അവന് നേരെ ഉന്നം പിടിച്ചു. എല്ലാവരും കണ്ണുകൾ ഇറുകി അടച്ചു. പെട്ടെന്ന് അലി തൻ്റെ താവളത്തിന് നേരെ തിരിഞ്ഞ് അവിടേക്ക് തുരതുര വെടിവെച്ചു. എല്ലാവരും അതുകൊണ്ട് അമ്പരന്നു. ഉണ്ട തീർന്നതും അയാൾ തോക്ക് വലിച്ചെറിഞ്ഞ് അലറി വിളിച്ച് പിന്നെ തലകൊമ്പിട്ട് മുത്തുകുത്തി മണ്ണിലിരുന്നു. അയാളുടെ കണ്ണുകളിൽ നിന്ന് നീർക്കണങ്ങൾ പൊഴിയുന്നത് അവർ കണ്ടു. എല്ലാവരും ഒരു നിമിഷം നിശബ്ദമായി നിന്നു. അയാൾ പതിയെ മുഖമുയർത്തി നോക്കി. തോറ്റു, നിന്റെ മുന്നിൽ ഞാൻ തോറ്റു. അയാൾ പറഞ്ഞത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു. മീൻ സന്തോഷത്തോടെ ഓടിച്ചെന്ന് അധർവിൻ്റെ കയ്യിലെ കെട്ടഴിച്ചു. അവൻ അയാളുടെ അരികിലേക്ക് ചെന്നു തോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇത്രയും കാലം ഞങ്ങളാണ് ശരിയെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ നീ പഠിപ്പിച്ചു തന്നു ശരിയും തെറ്റും. മനുഷ്യജീവിതം എത്ര മഹത്തരമുള്ളതാണെന്ന്, ആരെയും തോൽപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആയുധം സ്നേഹമാണെന്നും വിശ്വാസമാണെന്ന് അതിനു മുന്നേ ഞാനൊന്നുമല്ല. ഇപ്പം മനസ്സിലാക്കുന്നു ഞങ്ങളുടെ തെറ്റുകളുടെ ആഴം. തിരുത്തേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അതൊരു പുഞ്ചിരിച്ച്. പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം അത് തോന്നിയില്ലേ? അതൊരു പറഞ്ഞു. ബോട്ടിലിരുന്ന് മിത്ര പൊട്ടിക്കരഞ്ഞു. അലക്സ് എന്തു പറയണമെന്നറിയാതെ അവളുടെ അരികിലേക്ക് ചെന്നു. പോയില്ലേ, എൻ്റെ ചേട്ടനും ചേച്ചിയും അവരെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടും എനിക്ക് രക്ഷിക്കാനായില്ലല്ലോ. എനിക്കിത് ജീവിക്കണ്ട, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പിന്നെ എഴുന്നേറ്റ് ചെന്ന് ബോട്ടിൻ്റെ ചുവരിൽ തല വെച്ച് ഇടിച്ചു. അലക്സ് പകച്ചു. മിത്ര, എന്താ നീ കാണിക്കുന്നത്? അലക്സ് അവിടെ പിടിച്ചു വലിച്ച് അവിടെ കൊണ്ടിരുത്തി. അമീറും ആകെ വിഷമത്തിലായിരുന്നു. മറ്റുള്ളവരും എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടത്തോടെ അവരെ നോക്കി. നീ ഇങ്ങനെ ഇമോഷണൽ ആവാതെ. അവനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല.
നമുക്ക് അവരെ രക്ഷിക്കാൻ സാധിക്കും, നോക്കിക്കോ നീ. അവൻ പറഞ്ഞു. എങ്ങനെ? സമയം കഴിഞ്ഞില്ലേ? ജാഫർ എന്നെ തൂക്കിലേറ്റിയില്ലേ? അപ്പോൾ അവരെൻ്റെ അപ്പൂട്ടിനെ. പറയാനാവാതെ അവൾ പൊട്ടിക്കരഞ്ഞു. അലക്സിനും കരച്ചിൽ വന്നു. ഇല്ല മിത്ര, അവർക്കൊന്നും സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നത്. അവനെ നമ്മൾ രക്ഷിക്കും. നല്ലവനാണ് അഥർ. നന്മയല്ലാതെ അവൻ ഇന്നേ വരെ ഒരു ദ്രോഹവും ആരോട് ചെയ്തിട്ടില്ല. അവനൊന്നും പറ്റില്ല. അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു. അലക്സ് അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരെല്ലാം അത് നോക്കി നിന്നു. പെട്ടെന്ന് അമീർ എന്തോ കണ്ട് ബോട്ടിന് ഓരത്തേക്ക് ചെന്നു. സാർ, അതാ ദ്വീപ്, അമീർ ചൂണ്ടി പറഞ്ഞു. എല്ലാവരും ചാടി എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് ചെന്നു. ദൂരെ ഒരു കൊച്ചു ദ്വീപ്. ആ ദ്വീപിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് അവർ ഞെട്ടി. എന്താ അവിടെ നിന്ന് പുക ഉയർന്നത്? സാം ചോദിച്ചു. അറിയില്ല സാർ, അമീർ പറഞ്ഞു. ബോട്ട് തീരത്തേക്ക് അടുത്തു. എല്ലാവരും അത്ഭുതത്തോടെ ആ ദ്വീപിലേക്ക് നോക്കി. നല്ല മനോഹരമായ ദ്വീപ്. ഇത്രയും കാലമായി ഇത് കണ്ടെത്താതിരുന്നത് അത്ഭുതം തന്നെ, ദീപക് പറഞ്ഞു. പറഞ്ഞു നിൽക്കാതെ വാ. ആയുധങ്ങളുമായി അവർ ഇറങ്ങാനൊരുങ്ങിയതും അമീർ അവരുടെ കൈപിടിച്ചു. സൂക്ഷിക്കണം, കാവലുണ്ട്. എന്തിനും മടിക്കാത്തവരാണ്, അവൻ ഭീതിയോട് പറഞ്ഞു. അലക്സ് ഒരു നിമിഷം അവനെ നോക്കി തലകുലുക്കി. ആരുടെയും ശ്രദ്ധ പിടിക്കാത്ത ഒരിടം അമീർ കാണിച്ചു കൊടുത്തു. അവിടെ ബോട്ട് നിർത്തി. എല്ലാവരും പതിയെ ഇറങ്ങി. അമീർ മുന്നിൽ നടന്നു, പിന്നിൽ സൂക്ഷ്മതയോടെ മറ്റുള്ളവരും. അമീർ നടന്ന് അവരുടെ താവളത്തിനടുത്തെത്തിയതും പകച്ചു നിന്നു. താവളം നിന്ന് കത്തുന്നു. അവിടെയെങ്കിലും ആരെയും കാണാനില്ല. എല്ലാവരും പകച്ചുകൊണ്ട് പരസ്പരം നോക്കി. എന്തേത്, ഇവിടെയെങ്കിലും ആരെയും കാണാനില്ലല്ലോ, അവർ പറഞ്ഞു. പെട്ടെന്നൊരാടിൻ്റെ കരച്ചിട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. ഒരാടും ആട്ടിൻകുട്ടിയും ഓടുന്നു. അതുകൊണ്ട് അവരുടെ നെറ്റി ചുളിഞ്ഞു. അമ്മണി, അവിടെ നിൽക്കേ എന്ന് പറഞ്ഞുകൊണ്ട് മീൻ ഓടി വന്നു. ഒപ്പം അഥർവം. ഇരുവരും വന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. എങ്ങോട്ടാടി ഈ ഓടുന്നത് കുറുമ്പി? നമുക്ക് പോകേണ്ടി വരുന്നേ, മീനെ ചോദിച്ചു. മുഖമുയർത്തി നോക്കിയതും അലക്സിനെയും കൂട്ടരെയും കണ്ട് അതിശയിച്ചു. അവരും ആകെ സ്തംഭിച്ചു നിന്നുപോയി. കാണുന്നത് സ്വപ്നമോ സത്യമോ എന്ന് ഒരു നിമിഷം അവർ അതിശയിച്ചു. ചേച്ചി, ചേട്ടാ, മിത്ര സന്തോഷത്തോടെ ഓടി വന്ന് അവളെ അവർക്കൊപ്പം കണ്ട് അഥർവ്വം മീനും അമ്പായിരുന്നു. ചേച്ചി, മീനുവിനെ കെട്ടിപ്പിടിച്ച് മിത്ര കരഞ്ഞു. എന്താ മോളെ ഇത്? നിങ്ങൾ മിണ്ടണ്ട, ഒരു വാക്കുപോലും പറയാതെ പോന്നില്ലേ? ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയാമോ? അവൾ പരിഭവത്തോട് ചോദിച്ചു. സോറി മോളെ, പറയാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല ഞാൻ, അതാ ഞാൻ, മീനു പറഞ്ഞു. അവൾ അഥർവിനെ നോക്കി. അപ്പേട്ടാ, അവൾ അഥർവിനെ കെട്ടിപ്പിടിച്ചു. അവൻ അവളുടെ നെറുകിൽ തലോടി. എന്താ മോളെ ഇത്? കരയാതെ, ഏട്ടനൊന്നുമില്ല. അവൻ അവളെ പിടിച്ചു കയറി. അലക്സ് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അഥർ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ പരിഭ്രമത്തോട് ചോദിച്ചു. ഇല്ലടാ, ഒരു കുഴപ്പമില്ല. അഥർ, അവരെവിടെ? നിന്നെ തട്ടിക്കൊണ്ടുവന്നവർ? അഥർ ഒരു നിമിഷം മൗനമായി. പിന്നെ തിരിഞ്ഞു നടന്ന് ഒരു ഫോൺ എടുത്ത് കൊണ്ടുവന്ന് അതിലൊരു വീഡിയോ പ്ലേ ചെയ്ത് അലക്സിനെ നേരെ നീട്ടി. തലപ്പാവും മുഖംമൂടിയുമൊക്കെ കുറേ പേർ നിൽക്കുന്നു. ഇന്ത്യൻ നേവിയുടെ അഭിമാനമായ കമാൻഡിംഗ് ഓഫീസർ ആദവ് പ്രഭാകരനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ ആളുകളാണ് ഞങ്ങൾ. ജാഫർ അലി തൂക്കിലിരുന്ന ഇതേ ദിവസം അതേ സമയം അഥർവിനും അതേ ശിക്ഷ നടപ്പിലാക്കാനാണ് ഞങ്ങൾ അവനെ തട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ അയാൾ ഒരു മാത്രം നിർത്തി. സ്നേഹം എന്നത് ആയുധമാണ്, മരുന്നാണ്. ആ മരുന്ന് കൊണ്ട് ഞങ്ങളുടെ ഉള്ളിലെ എല്ലാ അഴുക്കുകളും തുടച്ചു നീക്കി ദുശ്ചിന്തകളെയെല്ലാം മാറ്റി ഞങ്ങളെ നന്മ എന്തെന്ന്, ജീവിതം എന്തെന്നും, സ്നേഹം എന്തെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നു. ഈ രണ്ടുപേരും തോക്കും വടികളും ബോംബുകളും ആരെയും ഭയപ്പെടുത്തുന്ന രൂപവും ഉണ്ടെങ്കിൽ ആരെയും കീഴടക്കാനാവുമെന്ന് വിശ്വസിച്ചു. എന്നാൽ ആ ധാരണ തെറ്റായിരുന്നു. മനുഷ്യനെ കീഴടക്കേണ്ടത് ആൾബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ അല്ല, സ്നേഹം കൊണ്ടാണെന്ന് ഇവർ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഇനി പ്രായശ്ചിത്തം ചെയ്യാൻ ഒരവസരമാണ്. അതുകൊണ്ട് തന്നെ ഈ നന്മ മരങ്ങൾ മുറിച്ചു നിൽക്കാനുള്ള ശക്തി ഞങ്ങൾക്കില്ല. ചെയ്തു കൂട്ടിയ എല്ലാ അപരാധങ്ങൾക്കും മാപ്പ്, എല്ലാറ്റിനുമുള്ള പ്രായശ്ചിത്തം ചെയ്തി ഞങ്ങൾ പോവുകയാണ്. ആയുധം നിലത്തുവെച്ച ശേഷം മുട്ടുകുത്തിയിരുന്ന് അവർ തലകുലിച്ച് വന്ദിച്ചു. അതോടെ വീഡിയോ കട്ടായി. അലക്സ് അതിശയിച്ചു അഥർവിനെ നോക്കി. അഥർ, ഇതൊക്കെ? എന്നിട്ട് അവരെവിടെ പോകാനോ? നീ എന്തിനാ അവരെ വിട്ടത്? അലക്സ്, അവരുടെ ഉള്ളിൽ ഇഷ്ടമായിരുന്നു ഇത്രയും കാലം. വെളിച്ചം പകരാൻ ആരും ഉണ്ടായിരുന്നില്ല. ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കുകയും അതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടവർ. അവർക്ക് ഒരവസരം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്, അഥർ പറഞ്ഞു. അലക്സ് സംശയത്തോടെ അവനെ നോക്കി. അഥർ, അവരിനി ഒരു കുഴപ്പമുണ്ടാക്കില്ലെന്ന് എന്നാ ഇത്ര ഉറപ്പ്? വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കിയാൽ? അലക്സ് സംശയത്തോട് ചോദിച്ചു. ഇല്ല അലക്സ്,
അവരുടെ മനസ്സിലെ അന്ധകാരം നീങ്ങിക്കഴിഞ്ഞു. ഇനി ഒരിക്കലും തിന്മയുടെ ലോകത്തേക്ക് അവർ പോകില്ല, അതെനിക്ക് ഉറപ്പാണ്. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അവൻ തിരിഞ്ഞ് അമീറിനെ നോക്കി. ഇവനെ പിടിച്ച് വരട്ട്, അവരുടെ കൂട്ടത്തിലുള്ള ആളല്ലേ, അലക്സ് പറഞ്ഞു. അമീർ ഭീതിയോടെ അഥർവിനെ നോക്കി. നോ അലക്സ്, അവൻ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവനൊരിക്കലും അവരുടെ ഗ്യാങ്ങിലെ ആളല്ല, അഥർ പറഞ്ഞു. അലക്സ് മനസ്സിലാവാതെ അവനെ നോക്കി. അഥർ, നീ എന്താ ഈ പറയുന്നത്? ഇവനാണ് ഈ താവളം കാണിച്ചെന്നത്. എല്ലാവരും നാളെ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചാൽ എന്തു പറയും? അലക്സ് ചോദിച്ചു. അലക്സ്, ഇവൻ അവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി എന്നേ ഉള്ളൂ. ഇന്ന് വരെ ഇവൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്ത അവർക്ക് തിരുത്താൻ ഒരു അവസരം കൊടുത്തു. അതുപോലെ ഇവനും വേണം. ഒരു തെറ്റും ചെയ്യാതെ ഇവൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഷിപ്പിൽ നിന്ന് രക്ഷപ്പെട്ട അമീറിനെ അവർ എന്നോടൊപ്പം തടവിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഒരവസരം കിട്ടിയപ്പോൾ അവൻ അവരുടെ പിന്നിൽ നിന്ന് രക്ഷപ്പെട്ടു. വിവരങ്ങൾ നിങ്ങൾക്ക് കൈമാറി, അത് മതി, അത് പറഞ്ഞു. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ കരം പിടിച്ചു. സാറേ, എന്നോട് ക്ഷമിക്കണം, അവൻ പറയാനാകാതെ വിങ്ങിപ്പൊട്ടി. അലക്സ് പുഞ്ചിരിയോടെ അവനെ പിടിച്ചു. കരയണ അമീർ, ഇത് നിനക്ക് തരുന്ന ഒരവസരമാണ്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവർക്കൊപ്പം നിന്നവനാണ് ഞാൻ. എനിക്ക് തിരുത്തണം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. എൻ്റെ നാടിന് വേണ്ടി ഞാൻ പൊരുതും. ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പാവങ്ങളുടെ ജീവന് പകരമായി എൻ്റെ ജീവൻ ഞാൻ ഈ നാടിന് വേണ്ടി സമർപ്പിക്കും. അഭിമാനത്തോടെ സന്തോഷത്തെ പറയുന്നു. ഭാരത് മാതാക്കി, അവൻ ആവേശത്തോടെ പറഞ്ഞു. ജയ്. എല്ലാവരും മുഷ്ടി ചുരുത്തി കൈയുയർത്തി അഭിമാനത്തോടെ പറഞ്ഞു. സംസാരിച്ചു നിന്നത് മതി, ഇനി നമുക്ക് പോകാം. അവിടെ എല്ലാവരും നമ്മളെ കാത്തിരിക്കുകയാണ്, മിത്ര പറഞ്ഞു. മീനി ചെന്ന് ആടുകളെ പിടിച്ചു. എല്ലാവരും കൗതുകത്തോടെ അടി നോക്കി. ഇതെന്താ ഈ ആടുകൾ? ഇവരെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. ഞങ്ങളെ രക്ഷിതത്തിൽ ഇവർക്കും പങ്കുണ്ട്, അവർ പറഞ്ഞു. നമുക്ക് പോകാം മണി, മീന കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. ആട് കരഞ്ഞു. എല്ലാവരും ചിരിച്ചു. എന്നാ വാ. അങ്ങനെ എല്ലാവരും ആ ദ്വീപിനോട് യാത്ര പറഞ്ഞ് തിരിച്ചു നാട്ടിലേക്ക്. ബോട്ട് കവരത്തി ജെട്ടിയിലേക്ക് അടുക്കുമ്പോഴേ കണ്ടു അവിടെ കൂടി നിൽക്കുന്ന ഓഫീസേഴ്സിനെയും ആളുകളെയും. ബോട്ട് എടുത്തതും അലക്സും ദീപക്കും ആദ്യം ഇറങ്ങി, മറ്റുള്ളവർ പിന്നാലെയും. അവസാനം അഥർവ മീനും ഇറങ്ങി. അവരെ കണ്ടത് എല്ലാവരും സന്തോഷത്തോടെ ആർത്ത് വിളിച്ചു. അലക്സും കൂട്ടരും ആളുകളെ മാറ്റി ഇരുവരും പുറത്തേക്ക് വന്നു. ഓഫീസേഴ്സ് വന്ന് അഥർവിനെ സ്വീകരിച്ചു. തനിക്കൊന്നും സംഭവിക്കാതെ തിരികെ എത്തിയതിൽ സന്തോഷമുണ്ട് അഥർ. താങ്ക് യു സർ, അവൻ സന്തോഷത്തോടെ പറഞ്ഞു. ചോദ്യം പറച്ചിലൊക്കെ പിന്നെ. ആദ്യം വിശ്രമം, അത് കഴിഞ്ഞ് മതി ബാക്കിയെല്ലാം, ഓഫീസർ പറഞ്ഞു. അതൊന്നുമല്ല സാറേ എനിക്കിപ്പോൾ വേണ്ടത്. എനിക്ക് നാട്ടിൽ പോകണം, എൻ്റെ അച്ഛനും അമ്മയും കാണണം. പിന്നെ അവൻ മീനുവിനെ ചേർത്ത് പിടിച്ചു. ഇവളാണ് ഞാൻ രക്ഷപ്പെടാനുള്ള കാരണം. ഇവളിപ്പോൾ ഒപ്പമുണ്ടായതുകൊണ്ടാണ് തളരാതെ പിടിച്ചു നിന്നത്. അതിനൊരു തീരുമാനം എടുക്കണം സാർ, ഓഫീസർ പുഞ്ചിരിച്ചു. ഓക്കെ അഥർ, അങ്ങനെ ആവട്ടെ, അദ്ദേഹം പറഞ്ഞു നടന്നു. കുളിയൊക്കെ കഴിഞ്ഞതോടെ അഥർവും മീനും ഉഷാറായി. ഭക്ഷണം കഴിച്ച ശേഷം ഇരുവരും കടൽ തീരത്തേക്ക് പോയി. എനിക്കിപ്പോഴൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അപ്പോട്ടാ, നമ്മൾ അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ശരിക്കും ആ അലയുടെ ഭാവം കണ്ടപ്പോൾ ശരിക്കും കൊല്ലുമെന്ന് തന്നെയാണ് കരുതിയത്. എൻ്റെ നെഞ്ചെടുപ്പങ്ങ് 500-ലെത്തിയിരുന്നു. പക്ഷെ അപ്പോഴൊരു പിടിയും കണ്ടില്ല, മീന് പറഞ്ഞു. അവൻ ചിരിച്ചു. എടി, മരണം ഏതൊരു നിമിഷവും പ്രതീക്ഷിക്കാവുന്ന ഒരു ഫീൽഡാണ് എൻ്റേത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഭയവുമില്ല. മാത്രമല്ല ജീവൻ തരാൻ തയ്യാറുള്ള പെണ്ണൊരുത്തി കൂടിയില്ലേ, അപ്പോൾ ഞാൻ എന്തിനാ പേടിക്കുന്നത്? അവൻ ചോദിച്ചു. അവൻ നാണത്തോടെ തല കുണിച്ചു. ഹലോ സാർ, പോകാനുള്ള എല്ലാ ഏർപ്പാടുകളും ആയിട്ടുണ്ട് കേട്ടോ. അലക്സും മിത്രയും ദീപക്കും സാമും അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. 4 ടിക്കറ്റുണ്ട്. വൈകുന്നേരം 4 മണിക്ക് അകത്തിൽ നിന്നും ഫ്ലൈറ്റ് ഉണ്ട്. ദീപക് ടിക്കറ്റ് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. 4 ടിക്കറ്റോ? അതെന്തിനാ? ഞാനും മീനും ഇത്രയല്ലേ ഉള്ളൂ. അമീർ ഷിപ്പിന് പോയിക്കൊള്ളാം എന്നല്ലേ പറഞ്ഞത്? അഥർവ ചോദിച്ചു. അത് അലക്സിനെ കൂടിയുള്ളതാടാ, ദീപക് പറഞ്ഞു. അലക്സിനോ? അവനെന്തിനാ വരുന്നത്? ഞാൻ പോയിക്കോളാം, അവന് ഡ്യൂട്ടി ഉള്ളതല്ലേ, അഥർ പറഞ്ഞു. അത് കേട്ട് അലക്സും ഇത്രയും പരിങ്ങി വിഷമത്തോടെ പരസ്പരം നോക്കി. എന്താ ഏട്ടാ അങ്ങനെ പറയുന്നത്? ഏട്ടൻ അന്വേഷിച്ച് രാപകലില്ലാതെ അലയുകയായിരുന്നില്ല അലക്സേട്ടൻ. ഏട്ടനെക്കുറിച്ച് വിവരം കിട്ടിയപ്പോൾ ഒന്നും ആലോചിക്കാതെ രക്ഷിക്കാൻ ചാടിപ്പുറപ്പെട്ട ആളാണ്. ചേട്ടനെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചാൽ അലക്സേട്ടൻ്റെ സമാധാനമാവും. മിത്ര പറഞ്ഞത് കേട്ട് അതൊരു സംശയത്തോടെ അവളെ നോക്കി. അതെന്തിനാ നീ പറയുന്നത്? അത് അവൻ പറയില്ലേ? അവളൊന്നും ഞെട്ടി, പിന്നെ നിന്ന് പരിങ്ങി. എന്താ മാനെ, രണ്ടുപേരും കൂടി ഒരു കള്ളക്കളി? അതൊരു സംശയത്തോട് ചോദിച്ചു. രണ്ടാളും മുഖം കുനിച്ച് നിന്നു. ദീപക് ചിരിച്ചു. അതൊന്നുമില്ല, നിനക്കും ഇതിലേക്കിടയിൽ എന്താണോ അത് തന്നെ ഇവർക്കിടയിലും. അത് പറയാനാ അവൻ നാട്ടിലേക്ക് വരുന്നത്. ദീപക് പറഞ്ഞത് കേട്ട് അവൻ ഞെട്ടി രോഷത്തോടെ അലക്സിനെ നോക്കി. നേരാണോടോ ഈ കേട്ടത്? അഥർ അത്
പറ്റിപ്പോയടാ, അലക്സ് വിഷമത്തോടെ പറഞ്ഞു. അതൊരു ദേഷ്യത്തോടെ അവൻ്റെ ഷർട്ടിൽ പിടിച്ചു. റാസ്കൽ, വിശ്വസിച്ച് കൂടെ കൂടിയിട്ട് ചതിക്കുമായിരുന്നേ അല്ലേ? മീനുവും ഇതിന് പകച്ചു. അപ്പോൾ വേണ്ട. മീനു അവനെ പിടിച്ചു മാറ്റി. ഇത് വിടു മീനു, ഇവനെ ഞാൻ അവൻ അടിക്കാനൊങ്ങിയതും മിത്ര ചാടി വീണു. അപ്പോട്ട് വേണ്ട, ഞങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായി സ്നേഹിച്ചു. അതൊരിക്കലും ഒരു തെറ്റായി എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നുമില്ലെങ്കിലും തൻ്റെ ഇടമുള്ള ആണൊരുത്തനെയാണ് ഞാൻ സ്നേഹിച്ചത്. അതിലെനിക്ക് അഭിമാനമുണ്ട്, മിത്ര പറഞ്ഞു. ഇരുവരും വായും പൊളിച്ച് അവളെ നോക്കി. പിന്നെ സ്നേഹത്തിന് ജാതി മതം ഒരു പ്രശ്നമല്ലെന്ന് അപ്പോട്ട് തന്നെയല്ലേ പറയുന്നത്? അതുകൊണ്ടല്ലേ ടോണി മാഷിൻ്റെയും ആയേച്ചിയുടെയും കല്യാണം ഏട്ടൻ നടത്തി കൊടുത്തത്? അതുപോലെ ഇതും നടത്തി തന്നൂടെ? അവൾ ചോദിച്ചു. അതൊരു ഇടുപ്പിന് കയ്യും വെച്ച് അവളെ നോക്കി. നീ കൊള്ളാലോടി, ബസ് മാർച്ചറിന് വടക്ക് കൊടുത്തതുപോലെ നീ എനിക്കിട്ട് തന്നെ വച്ചല്ലേ? അത് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിച്ചു. മിത്രയും അലക്സും അന്താളിപ്പോടെ പരസ്പരം നോക്കി. അതൊരു അലക്സിൻ്റെ തോളിലോട് കൈയിട്ട് തന്നോട് ചേർത്ത് നിർത്തി. എടാ അലക്സേ, ഇവിടെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂടാ. നീ ചങ്കൂറ്റമുള്ള ആ നൊരുത്തനല്ലേടാ. ഇവിടെ നീ പൊന്നു പോലെ നോക്കുമെന്ന് എനിക്കറിയാം. അത് കേട്ടതും ഇരുവരുടെയും കണ്ണ് നിറഞ്ഞു. അത് ഐ എം സോറി. അവൻ കണ്ണു തുറച്ചു. ഏയ്, എന്താണിത്? നീ കരയേ? നാണം കെടുത്താതാ ഓടാ, അലക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മിത്ര അവൻ്റെ അരികിലേക്ക് വന്നു. ഏട്ടാ സോറി ഏട്ടാ, മിത്ര കരഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഏയ്, എന്താടി ഇത്? നീ എൻ്റെ കുഞ്ഞു പെങ്ങളല്ലേ? എന്ത് വന്നാലും ശരി, നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരും പോരാ? അവൻ ചോദിച്ചു. അവൾ തലകെട്ടി. എന്നാ എൻ്റെ പൊന്നുമോളെന്ന് ചിരിച്ചേ, അതൊരു പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. അപ്പോഴാണ് മീനു ഒരു കാര്യം ഓർത്തത്. അപ്പോഴാ നമുക്കൊരാളെ കാണാൻ പോകാണ്ട് ഇവിടെ, മീനു പറഞ്ഞു. ആര്? അതൊക്കെയുണ്ട്, വാ. മീനു അവൻ്റെ കൈപ്പിടിച്ച് നടന്നു. നജീബിൻ്റെ വീട്ടുമുറ്റത്ത് ബൈക്ക് വന്നു നിന്നു. പതിവില്ലാതെ വണ്ടിയുടെ ശബ്ദം കേട്ട് സുഹറയും നൂറിനും നജീബും ഇറങ്ങി വന്നു. ബൈക്ക് നിർത്തി അഥർവും ഈനവും ഇറങ്ങി. അവരെ കണ്ടതും ഇരുവരും അമ്പായിരുന്നു. പഠിച്ചോനെ, ആരീ വന്നിരിക്കുന്നത്? സുഹറ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. എന്നാലും എൻ്റെ മോളെ, നീ ചെയ്തത് കുറച്ച് കൂടിപ്പോയി. ഞങ്ങളൊക്കെ എന്തുമാത്രം പേടിച്ചു എന്നാ സുഹറ പറഞ്ഞു. സോറി അമ്മ, അന്ന് അങ്ങനെയൊക്കെ ചെയ്യാനാണ് തോന്നിയത്. സോറി. അവിടെ ഇതാണ് നജീബ്. ഇയാളാണ് എന്നെ സുരക്ഷിതമായി കൊച്ചിയിൽ നിന്ന് ഇവിടെ എത്തിച്ചത്. മീനു പരിചയപ്പെടുത്തി. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഹസ്തദാനം ചെയ്തു. ഹലോ നജീബ്, ഒത്തിരി നന്ദിയുണ്ട് ഇവളെ സേഫായി ഇവിടെ എത്തിച്ചതിന്. കൊന്നാലും കടൽ കടന്നു വരില്ലെന്ന് ഉഗ്രശബ്ദം ചെയ്ത ആളായിരുന്നു ഇവള്. അതൊരു പറഞ്ഞു. നന്ദി പറയാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. സത്യത്തിൽ എനിക്കിപ്പോൾ അഭിമാനമാണ്. നിങ്ങളൊക്കെ പരിചയപ്പെടാനും സാറിനെ തിരികെ കിട്ടാൻ ചെറിയൊരു കാരണമാകാനും സാധിച്ചല്ലോ. അത് എൻ്റെ സന്തോഷം. അല്ല, വന്ന കാലം നിൽക്കാത്ത, വാ അകത്തേക്കിരിക്കാം, നജീബ് പറഞ്ഞു. ഞാൻ വന്നത് എൻ്റെ ബാഗ് മറ്റു സാധനങ്ങൾ എടുക്കാനാണ്, അവൾ പറഞ്ഞു. അതിനെന്താ, മോള് വാ, സാറ് അകത്തേക്ക് വാ. ഇരുവരും അവർക്കൊപ്പം അകത്തേക്ക് വന്നു. അപ്പോഴേ ഇരിക്കെ, ഞാൻ പോയി ബാഗ് എടുത്തിട്ട് വരട്ടെ, മീനു പറഞ്ഞ് അകത്തേക്ക് നടന്നു. അതർ സോഫയിലിരുന്നു. നജീബ് അവനോട് എന്തൊക്കെ കുശലാന്വേഷണം നടത്തി. മീനു വരുമ്പോഴേക്കും നൂറിൽ ചായയുമായി വന്നു. മോളെ, എല്ലാം എടുത്താ? സാർ ചോദിച്ചു. ഉവ്വുമ്മ, ഞങ്ങളിന്ന് വൈകുന്നേരം പോകും. യാത്ര പറയും കൂടിയാണ് വന്നത്. അത് കേട്ടതും ഇരുവരുടെയും മുഖമൊന്ന് വാടി. ശരി മോളെ, ഇനിയും ഇങ്ങോട്ട് വരണം, ഞങ്ങളൊന്നും മറക്കരുത്, അവൾ തലയാടി. പിന്നെ ചെറിയൊരു കാര്യം കൂടിയുണ്ട് നജീബ്, അവൾ അവനെ വിളിച്ചു. എന്താ മീനു? അവൾ ബാഗ് തുറന്ന് അതിൽ നിന്ന് കുറച്ച് പണം എടുത്തു. അത് കണ്ട് മൂവരും അന്താളിച്ചു. ഇതാ, ഈ പണം തനിക്കുള്ളതാ, എന്നെ സഹായിച്ചതിന്. അത് അവനെ നേരെ നീട്ടി. വേന മീനു, സത്യത്തെ ആദ്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു നീ ആരാണെന്നും എന്താണെന്നും. അതറിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും അഭിമാനവും തോന്നി. എനിക്ക് ഈ പണം വേണ്ട. നേരെ ഒന്നും കണ്ടല്ല, ശത്രുക്കൾ പോലും നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ തോറ്റതാ. ആ സ്നേഹത്തിന് വേണ്ടിയാണ് നീ ഇത്രയും ത്യാഗം ചെയ്തതും നീ ഇത്രയും ത്യാഗം സഹിച്ചതും. അതിന് ഞാൻ പണം വാങ്ങിയ പടച്ചം പൊറുക്കില്ല. നജീബ്, ഇത് വേണ്ട മീനു, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നൂറിനാണ് ഇങ്ങനെ ഒരു ആവശ്യം വന്നിരുന്നെങ്കിൽ എനിക്ക് പണം വാങ്ങാൻ പറ്റുമോ? ഇല്ല, നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, അവൻ പറഞ്ഞു. മീനു അഥർവിനെ നോക്കി, പിന്നെ ഉമ്മായെ നോക്കി. ഉമ്മ, വേണ്ട മോളെ, ഓ പറഞ്ഞതന്നെ ശരി, ഈ പൈസ നമുക്ക് വേണ്ട, മോൾ ഇനിയും വരണം. ശരി ഉമ്മ, എന്നാൽ ഞങ്ങൾ വരട്ടെ. യാത്ര പറഞ്ഞ് ഇരുവരും ബൈക്കിൽ കയറി. തുടരും.